ഭൂമി ഇടപാട് വിവാദത്തെ തുടർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അധികാരമാറ്റം. സഹായമെത്രാൻ മാർ സെബാസ്റ്റ്യൻ എടേന്ത്രത്തിന് ഭരണ ചുമതല കൈമാറി. അതിരൂപതയുടെ സർക്കുലറിലാണ് അധികാരം പങ്കിടുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നാളെ സർക്കുലർ വായിക്കും. അതേസമയം ആരോപണ വിധേയരായ വൈദികരെ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കെ എം ഉമേഷ് വിവരങ്ങൾ നൽകും. ഉമേഷ്, ആർക്കൊക്കെതിരെയാണ് നടപടി? ആർക്കൊക്കെയാണ് സ്ഥലം മാറ്റം? അരുൺ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ആസ്ഥാന രൂപതയിൽ നടന്ന ഭൂമി ഇടപാടായതിനാൽ വിവാദം സീറോ മലബാർ സഭയെ ഒന്നടങ്കം വേദനിപ്പിച്ചു എന്നാണ് സർക്കുലറിൽ പ്രധാനമായും പറയുന്നത്. കർദിനാളിന് അതിരൂപതയുടെ മുഴുവൻ ചുമതലകളും നിർവഹിക്കാൻ സമയം ലഭിക്കാത്തതിനാൽ സഹായമെത്രാൻ മാർ ഭരണ ചുമതല കൈമാറുന്നു എന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. അതിരൂപത കാനോനിക സമിതികൾ വിളിക്കുക, അവയിൽ അധ്യക്ഷത വഹിക്കുക തുടങ്ങിയവ ഇനി സെബാസ്റ്റ്യൻ എടേന്ത്രത്തായിരിക്കും നിർവഹിക്കുക. അതിരൂപതയ്ക്ക് വസ്തുവിൽപ്പനയിലൂടെ നഷ്ടം വന്നു എന്നത് ഏറെ ആശങ്കയുണർത്തുന്നുണ്ട്. ഇക്കാര്യം അന്വേഷിച്ച് പ്രശ്നപരിഹാരം കാണാൻ എടേന്ത്രത്തിനെ ചുമതലപ്പെടുത്തുന്നതായും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തയ്യാറാക്കിയ സർക്കുലർ നാളെ പള്ളികളിൽ വായിക്കും. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വൈദിക സമിതി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കർദിനാളിന് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. അതേസമയം അന്വേഷണ കമ്മീഷൻ കൺവീനറായ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ ഉൾപ്പെടെയുള്ള വൈദികരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള പട്ടിക അതിരൂപത പ്രസിദ്ധീകരിച്ചു. കർദിനാളിനൊപ്പം ആരോപണ വിധേയരായ ഫാദർ ജോഷി പുതുവ, മോൺസിഞ്ഞോർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാട് എന്നിവരും സ്ഥലം മാറ്റം ലഭിച്ചവരുടെ പട്ടികയിലുണ്ട്. സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതലയിലുണ്ടായിരുന്ന ഫാദർ ജോഷി പുതുവയെ കൊച്ചിയിലെ പള്ളിയുടെ ചുമതലയിലേക്ക് മാറ്റിയപ്പോൾ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടിന് വിശ്രമ ജീവിതവും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വി ടി ബൽറാം MLA LLBക്ക് വഴിവിട്ട രീതിയിൽ മാർക്ക് തിരുത്തിയത് തൃശൂർ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്റേണൽ എക്സാമിന് പ്രിൻസിപ്പലിന്റെ സഹായത്തോടെ അധികമായി നേടിയത് 30 മാർക്കാണ്. 100-ൽ 45 മാർക്ക് മാത്രമുണ്ടായിരുന്ന ബൽറാമിന് പ്രിൻസിപ്പൽ നൽകിയത് 75 മാർക്കായിരുന്നു. സംഭവം വിവാദമായതോടെ യൂണിവേഴ്സിറ്റി ഇടപെട്ട് മാർക്ക് കുറച്ചു. രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ 2005-2008 ബാച്ചിലെ LLB വിദ്യാർത്ഥിയായ ഘട്ടത്തിലാണ് വി ടി ബൽറാം മാർക്ക് തിരുത്തിയത്. അന്ന് KSU നേതാവായിരുന്ന ബൽറാം പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ രാജശേഖരൻ നായരുടെ സഹായത്തോടെയാണ് മാർക്ക് തിരുത്തിയത്. 5ാം സെമസ്റ്ററിലെ ഡ്രാഫ്റ്റിംഗ് കൺവെൻസിംഗ് പേപ്പറിലെ മാർക്കിലാണ് തിരിമറി നടത്തിയത്. ഇന്റേണൽ എക്സാമിന് തുല്യമായ ഈ പരീക്ഷ നടത്തിയ അധ്യാപിക ബൽറാമിന് നൽകിയത് 45 മാർക്കായിരുന്നു. വിജയിക്കാൻ ആവശ്യമായ 50 മാർക്ക് പോലും നേടാൻ ബൽറാമിന് സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ബൽറാമിന് ഉയർന്ന മാർക്ക് നൽകാൻ പ്രിൻസിപ്പൽ ഇടപെട്ടത്. പരീക്ഷ നടത്തിയ അധ്യാപിക പോലും അറിയാതെ പ്രിൻസിപ്പൽ രാജശേഖരൻ നായർ ബൽറാമിന്റെ മാർക്ക് 75ആയി ഉയർത്തി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് അന്ന് സംഭവം വിവാദമായത്. ഇതോടെ പ്രിൻസിപ്പൽ തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റി അന്വേഷണ സംഘം മാർക്കിലെ തിരിമറി സ്ഥിരീകരിച്ചു. സിൻഡിക്കേറ്റ് അംഗമായിരുന്ന KP വർക്കി, പരീക്ഷാ കൺട്രോളർ V രാജഗോപാലൻ, സ്റ്റുഡന്റ് ഡീൻ PV വത്സരാജൻ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ക്രമക്കേട് ബോധ്യമായ യൂണിവേഴ്സിറ്റി ബൽറാമിന്റെ മാർക്ക് 75-ൽ നിന്ന് 45ആയി വെട്ടിക്കുറച്ചു. പഠനകാലത്ത് വി ടി ബൽറാം നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാടിനീളെ ആദർശം പറഞ്ഞു നടക്കുന്ന ബൽറാം ഈ ക്രമക്കേടുകളെ എങ്ങനെ ന്യായീകരിക്കും? കോഴിക്കോട് നിന്നും PV കുട്ടൻ. 8ാമത് കേരള സഹകരണ കോൺഗ്രസിന് കണ്ണൂരിൽ തുടക്കമായി. 3000-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സഹകരണ കോൺഗ്രസ് തിങ്കളാഴ്ച സമാപിക്കും. നോട്ട് നിരോധനത്തിലൂടെ പ്രതിസന്ധി സൃഷ്ടിച്ച് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെന്ന് സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന സന്ദർഭത്തിലാണ് 8ാമത് കേരള സഹകരണ കോൺഗ്രസ് കണ്ണൂരിൽ ആരംഭിച്ചത്. 15,000-ഓളം വരുന്ന സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് 3000-ഓളം പ്രതിനിധികൾ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സഹകരണ കോൺഗ്രസിൽ പങ്കെടുക്കുന്നു. സഹകാരികൾക്കൊപ്പം സഹകരണ വകുപ്പിലെയും സംഘങ്ങളിലെയും ജീവനക്കാരും കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. നോട്ട് നിരോധനം അടിച്ചേൽപ്പിച്ച് സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് വിശ്വാസ്യത തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെന്ന് സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഈ പ്രതിസന്ധിയെ കേരള ജനത യോജിച്ച് മറികടന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നോട്ട് നിരോധനം സഹകരണ മേഖലയ്ക്കുണ്ടാക്കിയ പ്രയാസം ഞാനായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അത് അനുഭവിച്ചവരും അതുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കുന്നതിന് നേതൃത്വം കൊടുത്തവരുമാണ് ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം. അപ്പോൾ അതുകൊണ്ട് അതെത്ര കണ്ട് പ്രതികൂലമായി എന്ന് വിശദമായി പ്രതിപാദിക്കേണ്ട കാര്യമേ ഇല്ല. സഹകരണ മേഖലയോട് ആരോഗ്യപരമായ സമീപനമല്ല കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരള സഹകരണ ബാങ്ക് യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കേരള സഹകരണ ബാങ്ക് നടപ്പാക്കും മുമ്പ് വിപുലമായ ചർച്ച സംഘടിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, തമിഴ്നാട് സഹകരണ മന്ത്രി സെല്ലൂർ കെ രാജു, പുതുച്ചേരി സഹകരണ മന്ത്രി കന്ദസ്വാമി, ഡെപ്യൂട്ടി സ്പീക്കർ ശിവകൊളുന്തൽ, ഇ പി ജയരാജൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരള സർവകലാശാല വൈസ് ചാൻസലർ PK രാധാകൃഷ്ണന്റെ PhD തീസിസ് സർവകലാശാലയിൽ നിന്ന് കാണാതായതിൽ ദുരൂഹത. ഗവേഷണ പ്രബന്ധം സർവകലാശാല ലൈബ്രറിയിൽ ഇല്ല എന്ന വിവരാവകാശ രേഖ പുറത്തായിട്ടും VC മൗനം തുടരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന വീരമണികണ്ഠന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതാണ് എന്ന് കാലിക്കറ്റ് സർവകലാശാല കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ഡോക്ടറൽ തീസിസ് സർവകലാശാലയിൽ നിന്ന് കാണാതായത്. ഗവേഷണ പ്രബന്ധം പുറത്തുവിട്ട VC സംശയനിഴലിൽ നിന്ന് പുറത്തുവരണമെന്ന് അക്കാദമിക് സമൂഹം ആവശ്യമുന്നയിക്കുന്നു. സർവകലാശാല വൈസ് ചാൻസലർ PK രാധാകൃഷ്ണൻ രസതന്ത്രത്തിലാണ് ഗവേഷണം ചെയ്തത്. സോളിഡ് സ്റ്റേറ്റ് ഡീകോമ്പോസിഷൻ കൈനറ്റിക്സ് എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്ത PK രാധാകൃഷ്ണന് 1985 കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 2014 കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി. അന്നത്തെ പ്രോ വൈസ് ചാൻസലറായിരുന്ന വീരമണികണ്ഠന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതാണെന്ന് ആരോപണമുയർന്നതിന് പിന്നാലെയാണ് തികച്ചും ദുരൂഹ സാഹചര്യത്തിൽ PK രാധാകൃഷ്ണന്റെയും ഗവേഷണ പ്രബന്ധം സർവകലാശാലയിൽ നിന്നും കാണാതായത്. ഗവേഷണ പ്രബന്ധത്തിന്റെ കോപ്പി സർവകലാശാല ലൈബ്രറിയിൽ ലഭ്യമല്ലെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. തന്റെ ഗവേഷണ പ്രബന്ധം കാണാനില്ല എന്ന് വാർത്ത വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും വൈസ് ചാൻസലറായ PK രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകാതിരുന്നതിനെ തുടർന്നാണ് പീപ്പിൾ വാർത്താ സംഘം അദ്ദേഹത്തെ സമീപിച്ചത്. എന്നാൽ ഒന്നും പറയാതെ അദ്ദേഹം ഓഫീസ് മുറിയിലേക്ക് പോകുകയായിരുന്നു. വൈസ് ചാൻസലർ PK രാധാകൃഷ്ണൻ സംശയനിഴലിൽ നിന്നും പുറത്തു വരണമെന്ന് മുൻ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ J. പ്രസാദ് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു സാഹചര്യം അന്തരീക്ഷത്തിൽ വരുമ്പോൾ ആ വൈസ് ചാൻസലർ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു കോപ്പി ഉണ്ടല്ലോ, അത് പ്രദർശിപ്പിക്കാമല്ലോ, സംശയം ഉന്നയിക്കുന്ന ആളുകൾക്ക് കൊടുക്കാമല്ലോ. പൊതുവേ ഒരു 5-ൽ കുറയാത്ത കോപ്പികൾ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഒരേപോലെ അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. തന്റെ ഗവേഷണ വിഷയത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ചോദന ഉൾക്കൊള്ളണമെന്നത് ഏതൊരു ഗവേഷകന്റെയും ആഗ്രഹമാണ്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നത് ഒരു പ്രയോഗമാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ PK രാധാകൃഷ്ണന്റെ ഗവേഷണ പ്രബന്ധത്തെ സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഇപ്പോഴും മൗനം തുടരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ധനമന്ത്രി TM തോമസ് ഐസക്കിനെതിരെ വിവാദ പരാമർശവുമായി KPCC പ്രസിഡന്റ് MM ഹസൻ. വീട്ടമ്മ ഇല്ലാത്ത വീട്ടിലിരുന്ന് ബജറ്റ് തയ്യാറാക്കിയതിനാലാണ് ഐസക് ബജറ്റിനിടെ മലയാളത്തിലെ വനിതാ എഴുത്തുകാരുടെ വരികൾ ഉപയോഗിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് INTUC സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പരാമർശം. മലയാളത്തിലെ വനിതാ എഴുത്തുകാരെ മാത്രം ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചില കവിതകൾ, ചില കഥകൾ, ഇതൊക്കെ എല്ലാം നമ്മുടെ ഏറ്റവും മലയാളത്തിലെ പ്രശസ്തരായ നോവലിസ്റ്റുകൾ, അത് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ സ്ത്രീ എഴുത്തുകാരുടെ നോവലുകൾ മാത്രമേ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചികിത്സാ ചെലവിനത്തിൽ UDFിലെ പ്രമുഖ MLAമാർ കൈപ്പറ്റിയത് ലക്ഷങ്ങളാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 7 പേർ മാത്രം കൈപ്പറ്റിയത് 68 ലക്ഷം രൂപയാണ്. 2016 ജൂൺ മുതൽ 2017 ഡിസംബർ വരെയുള്ള കണക്കുകൾ പുറത്തുവരുമ്പോൾ ചികിത്സാ ചെലവിനത്തിൽ ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയിരിക്കുന്നത് തൃക്കാക്കര MLA PT തോമസ് ആണ്. 18,31,966 രൂപ. പ്രതിപക്ഷ ഉപനേതാവും കോഴിക്കോട് സൗത്ത് MLAയുമായ MK മുനീറാണ് തൊട്ടുപിന്നിൽ. 15,35,407 രൂപയാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ചികിത്സാ ചെലവിനത്തിൽ MK മുനീർ കൈപ്പറ്റിയിരിക്കുന്നത്. മറ്റൊരു കോൺഗ്രസ് MLA ആയ K മുരളീധരൻ 10,26,401 രൂപ കൈപ്പറ്റിയപ്പോൾ ലീഗ് നേതാവും മഞ്ചേശ്വരം MLAയുമായ PB അബ്ദുൾ റസാഖ് 7,76,408 രൂപയാണ് ചികിത്സാ ചെലവിനത്തിൽ എഴുതിയെടുത്തത്. മറ്റൊരു ലീഗ് MLAയും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് 4,84,840 രൂപയാണ് ചികിത്സയ്ക്കായി ചെലവഴിച്ചത്. ഇരിക്കൂർ MLA KC ജോസഫ് 6,52,210 രൂപ കൈപ്പറ്റിയപ്പോൾ കേരള കോൺഗ്രസ് നേതാവും കടുത്തുരുത്തി MLAയുമായ മോൻസ് ജോസഫ് 3,77,049 രൂപയും ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട്. 1.5 വർഷത്തിനിടയിൽ ചികിത്സാ ചെലവിനത്തിൽ 1 രൂപ പോലും വാങ്ങാത്ത MLAമാരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജമ്മുകശ്മീരിലെ സുൻജാനിൽ ആർമി ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 3 ജവാന്മാർ കൊല്ലപ്പെട്ടു. ക്യാമ്പ് ഓഫീസറും മകളും ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഭീകരർക്കായി സൈന്യം തെരച്ചിൽ തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
ഇന്ന് പുലർച്ചെയാണ് ജമ്മു കാശ്മീരിലെ സുൻജ്വാനിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ വെടിവയ്പ് നടത്തിയത്. ആയുധങ്ങളുമായി ക്യാമ്പിലെ കുടുംബ ക്വാർട്ടേഴ്സിലേക്ക് കടന്നു കയറിയ ഭീകരർ സൈനികർക്കും വീട്ടുകാർക്കും നേരെ വെടിവയ്ക്കുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ 5ഓളം ഭീകരർ ഇന്നലെ രാത്രി സൈനിക ക്യാമ്പിലേക്ക് നുഴഞ്ഞുകയറിയെന്നാണ് വിവരം. ഭീകരരുമായുള്ള സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. നിരവധി സ്കൂളുകളും ക്വാർട്ടേഴ്സുകളുമാണ് സൈനിക ക്യാമ്പിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഭീകരാക്രമണം ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 10 വർഷം മുൻപ് ഇവിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്. ദേശീയ റബ്ബർ നയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിളിച്ചു ചേർത്ത യോഗം നാളെ കോട്ടയത്ത് പുതുപ്പള്ളി റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാവിലെ 10:30 യോഗം. അതേസമയം പാർലമെന്റ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പരിഗണിക്കാതെയുള്ള യോഗം കേന്ദ്രമന്ത്രിയുടെ രാഷ്ട്രീയ അടവ് നയമാണ് എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ വാണിജ്യമന്ത്രിയായിരുന്നപ്പോൾ ദേശീയ റബ്ബർ നയ രൂപീകരണത്തിന് 3 തവണ യോഗം ചേരുകയും കർഷക പ്രതിനിധികളുടെ അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വാണിജ്യമന്ത്രിയുടെ യോഗത്തിൽ പലതവണ പങ്കെടുത്ത് അഭിപ്രായം നൽകിയ കർഷക പ്രതിനിധികളെയും MLA-മാരെയും പാടെ ഒഴിവാക്കി പുതുപ്പള്ളി റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് യോഗം വിളിച്ചിട്ടുള്ളത്. റബ്ബർ നയം സംബന്ധിച്ച റിപ്പോർട്ടുകൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ പക്കലിരിക്കുമ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിളിച്ചുകൂട്ടുന്ന യോഗത്തിന് എന്ത് പ്രസക്തിയാണെന്നാണ് കർഷകരും സംഘടനാ നേതാക്കളും ചോദിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് നിയോഗിച്ച ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. എന്നാൽ നാളിതുവരെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബർ കർഷകരുടെ വിവിധ യോഗങ്ങൾ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ യോഗങ്ങളിലെല്ലാം ടയർ ലോബികളെ സഹായിക്കുന്ന NGO-മാരുടെ പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. യോഗത്തിനെതിരെ വിമർശനവുമായി സംസ്ഥാനത്തെ ചില MP-മാർ രംഗത്ത് വന്നപ്പോൾ പരാതികൾ ഒഴിവാക്കാൻ കോട്ടയത്ത് നിന്നുള്ള MP-യെയും രാജ്യസഭാ അംഗത്തെയും യോഗത്തിന് വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ അടവ് നയമാണ് യോഗമെന്നും ഇടുക്കി കുട്ടനാട് പാക്കേജുകളുടെ മാതൃകയിൽ റബ്ബർ പാക്കേജ് പ്രഖ്യാപിച്ച് കർഷകരെ വഞ്ചിക്കാനുള്ള ശ്രമമാണെന്നുമുള്ള ആരോപണവുമായി കർഷക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലപ്പുറത്ത് വീണ്ടും സദാചാര ഗുണ്ടായിസം. സ്ത്രീയെ ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിൽ യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അങ്ങാടിപ്പുറം സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ സംഘം പ്രചരിപ്പിക്കുകയും ചെയ്തു. 2 ദിവസം മുമ്പാണ് സംഭവം. യുവതിയെ ശല്യം ചെയ്തുവെന്നാരോപിച്ച് പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിൽ ഒരു സംഘം ആളുകൾ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് വൈദ്യുതിക്കാലിൽ കെട്ടിയിടുകയും ചെയ്തു. മകളെ ശല്യം ചെയ്തുവെന്ന് മർദ്ദിക്കുന്നവരിൽ ഒരാൾ പറയുന്നതായി ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതേ തുടർന്നാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആധാറിനും GST ആധാർ സേവനങ്ങൾക്കും 18% GST ഏർപ്പെടുത്തി. ഉപഭോക്താക്കളിൽ നിന്നും വർദ്ധിച്ച തുക ഈടാക്കും. ആധാറിലെ പേര്, അഡ്രസ്, ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതടക്കമുള്ള സേവനങ്ങൾക്കാണ് 18% GST ഏർപ്പെടുത്തിയത്. ആധാർ തയ്യാറാക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യയുടെ സേവനങ്ങൾക്കെല്ലാം ഇനി 18% GSTയോടുകൂടി വർദ്ധിച്ച തുക നൽകണം. നിലവിൽ 25 രൂപയാണ് വിവരങ്ങൾ പുതുക്കുന്നതിനായി വാങ്ങുന്നത്. ഇത് 30 രൂപയായി. ഇതിലേറെ തുക ആധാർ സേവനങ്ങൾക്കായി ഈടാക്കുകയാണെങ്കിൽ പരാതിപ്പെടാനായി ടോൾ ഫ്രീ നമ്പറും അതോറിറ്റി പുറത്തിറക്കി. ആധാറിനായി നൽകേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റും ഇക്കഴിഞ്ഞ 4-ാം തീയതി മുതൽ കേന്ദ്ര സർക്കാർ പുതുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആധാർ നൽകുന്നതുൾപ്പെടെയുള്ള സേവനങ്ങൾ ഇപ്പോഴും സൗജന്യമാണ്. അതേസമയം ആധാർ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചു വരികയാണ്. ഇത് അനുകൂലമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ആധാർ തന്നെ പിൻവലിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലും പിടിമുറുക്കാൻ സംഘപരിവാർ നീക്കം. തിങ്കളാഴ്ച നടക്കുന്ന പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ അനുകൂലികളെ നാമനിർദ്ദേശത്തിലൂടെ ഭരണസമിതിയിലേക്ക് എത്തിക്കും. മലയാളത്തെ പ്രതിനിധീകരിച്ച നിർവാഹക സമിതിയിലേക്ക് മത്സരിക്കാനും സംഘപരിവാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. കൽബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ ദില്ലിയിൽ പ്രകടനങ്ങൾ നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ വലിയ വിമർശകരായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി ഭരണസമിതി. ഇത് പൊളിക്കുക ലക്ഷ്യമിട്ടാണ് സംഘപരിവാർ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ ഭരണസമിതി തെരഞ്ഞെടുപ്പാണ് തിങ്കളാഴ്ച. പുതിയ ജനറൽ കൌൺസിൽ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുക. 3 ജ്ഞാനപീഠ ജേതാക്കളാണ് അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിക്കുന്നത്. കന്നഡ കവിയും നാടകകൃത്തും നോവലിസ്റ്റുമായ ചന്ദ്രശേഖര കമ്പാർ, ഒഡീഷ എഴുത്തുകാരി പ്രതിഭ റോയ്,
മറാഠി എഴുത്തുകാരൻ ബാലചന്ദ്രൻ നെമാഡെ എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിക്കുന്നത്. 24 ഭാഷകളെ പ്രതിനിധീകരിച്ച് ഭരണസമിതിയിൽ അംഗങ്ങളുണ്ടാകും. ഇതിലും സംഘപരിവാർ അനുകൂല നിലപാടുള്ളവരെ ഭരണസമിതിയിൽ എത്തിക്കാനാണ് നീക്കം. മത്സരിക്കുന്നവരിൽ ചിലർ സംഘപരിവാർ അനുകൂലികളാണ്. ഇവരെ നാമനിർദ്ദേശത്തിലൂടെ ഭരണസമിതിയിലെത്തിക്കും. അതേസമയം ഇത്തവണ മലയാള ഭാഷയെ പ്രതിനിധീകരിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിലും മത്സരമുണ്ടാകും. സാധാരണഗതിയിൽ മുതിർന്ന അംഗത്തെ സമവായത്തിലൂടെ ഭരണസമിതിയിലേക്ക് നിർദ്ദേശിക്കുകയാണ്. ഇത്തവണ രാഷ്ട്രീയ ഭിന്നതയുള്ളതിനാൽ തെരഞ്ഞെടുപ്പിനാണ് സാധ്യത. ജനറൽ കൌൺസിൽ പ്രതിനിധിയായി സാഹിത്യ അക്കാദമിയിൽ പരിചയസമ്പന്നനായ കവി പ്രഭാവർമ്മ നിർവാഹക സമിതിയിലേക്ക് വരാനാണ് സാധ്യത. എന്നാൽ സംഘപരിവാർ എഴുത്തുകാരനായ ഡോക്ടർ അജിത് കുമാറിനെ മലയാള പ്രതിനിധിയെ മത്സരിപ്പിക്കാനാണ് BJPയുടെ പുതിയ നീക്കം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്വയംഭരണാവകാശം എടുത്തുകളയാൻ മോദി സർക്കാർ ഭരണത്തിലെത്തിയതു മുതൽ ശ്രമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അദാനി ഗ്രൂപ്പിന്റെ നികുതി വെട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചു. ഇന്ത്യൻ വംശജയായ അമൃത സ്ലീ അടക്കമുള്ളവർക്കാണ് ഇന്ത്യയിലേക്കുള്ള വിസ കേന്ദ്ര സർക്കാർ നിഷേധിച്ചത്. ഓസ്ട്രേലിയയിൽ അദാനി ഗ്രൂപ്പ് നടത്തിയ നികുതി വെട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന ഇന്ത്യൻ വംശജയായ അമൃതശ്രീ അടക്കമുള്ളവർക്കാണ് ഇന്ത്യയിലേക്കുള്ള വിസ കേന്ദ്ര സർക്കാർ നിഷേധിച്ചത്. അദാനിക്കെതിരായ വാർത്തകളാണ് വിസ നിഷേധിക്കാൻ കാരണമായതെന്ന് അമൃതശ്രീ പ്രതികരിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ കൌൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് അമൃതശ്രീയും സഹപ്രവർത്തകരും ഇന്ത്യയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനായി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങിയത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് അദാനി ഗ്രൂപ്പ് വളർന്നത്. മോഡി പ്രധാനമന്ത്രിയായ ശേഷം വളർച്ച 10 മടങ്ങായി. വിദേശയാത്രകളിൽ മോഡിയെ സ്ഥിരമായി അനുഗമിക്കാറുള്ള ഗൗതം അദാനിക്ക് കൽക്കരിയുടെ വില പെരുപ്പിച്ചുകാട്ടിയെന്ന കേസിൽ നിയമ നടപടികൾ ഒഴിവാക്കി നൽകിയതിനു പിന്നാലെയാണ് ഗൗതം അദാനിക്കെതിരെ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകയ്ക്ക് യാത്ര നിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക്. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് സഹോദരി കവിത ലങ്കേഷ്. CBI അന്വേഷണത്തിൽ കേന്ദ്രം ഇടപെടും. നിലവിലെ അന്വേഷണം തൃപ്തികരമാണ് എന്നും കവിത ലങ്കേഷ് കോഴിക്കോട് പറഞ്ഞു. As you know, CBI is under the rules of the central government, and the central government is with the BJP, and this is exactly what Gauri stood against for, because she was always against the the people who celebrated her death were the people of BJP people. So I don't think it should go to CBI at all. Just an arrest and then be without any evidence, So they're taking time with that, but I know they're going in the right direction. കുരീപ്പുഴ ശ്രീകുമാറിനെതിരായ RSS ആക്രമണം പ്രതിഷേധാർഹമാണ് എന്ന് പെരുമാൾ മുരുകൻ. ഇത്തരം സംഭവങ്ങൾ എവിടെയും ഉണ്ടാവാൻ പാടില്ലെന്നും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിനെത്തിയ പെരുമാൾ മുരുകൻ കോഴിക്കോട് പറഞ്ഞു. சமூக முன்னேற்றத்துக்கு எடுத்து செல்லக்கூடியவர்களா கவிஞர்களும் எழுத்தாளர்களும் தான் இருக்கிறாங்க. அவர்களுக்கு ஒரு பாதிப்பு வருது, அவர்கள் எழுதுறதுக்கான ஒரு தடை வருது அப்படின்னு சொன்னால் அது மிகப்பெரும் வருத்தத்துக்குரிய ஒரு விஷயம். எழுத்தாளர்களுக்கும் கவிஞர்களுக்குமான எதிர்ப்புகளை தெரிவித்தாலும் அது நாம் கண்டனம் பண்ணணும். அது அந்த வகையில் என்னுடைய எதிர்க்கக்கூடியவர்களுக்கு படைப்புக்கான ஒரு ஸ்பேஸை தடை செய்யக்கூடியவர்களுக்கு எப்போதுமே என்னுடைய கண்டனம். ചരിത്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീനിലെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഫലസ്തീൻ സന്ദർശിക്കുന്നത്. റമല്ല വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫലസ്തീൻ നൽകിയത്. ഫലസ്തീൻ വിമോചന നേതാവ് യാസിർ അറാഫത്തിന്റെ സ്മാരക മ്യൂസിയം സന്ദർശിച്ച മോദി അല്പസമയത്തിനകം ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മോദി മഹ്മൂദ് അബ്ബാസ് ചർച്ചയ്ക്ക് കഴിയും എന്നാണ് പ്രതീക്ഷ. ഫലസ്തീൻ സന്ദർശനത്തിന് ശേഷം വൈകിട്ടോടെ UAEയും ഒമാനും മോദി സന്ദർശിക്കുന്നുണ്ട്. പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 17ാമത് വാർഷികാഘോഷം കൊച്ചിയിൽ നടന്നു. ബ്രിട്ടീഷ് MP ഫാബിയൻ ഹാമിൽട്ടൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. IIB CEO മാൽക്കം ട്രോട്ടർ, ജിടെക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മെഹ്റൂഫ് മണലോടി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. IIBയുടെ ലോകത്തെ മികച്ച സെന്ററുകളിൽ ഒന്നാണ് ജിടെക് എന്ന് ഫാബിയൻ ഹാമിൽട്ടൺ പറഞ്ഞു. മികച്ച സെന്ററുകൾക്കും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അനധികൃതമായി അവധിയെടുത്ത 13,000-ഓളം ജീവനക്കാരെ പുറത്താക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു. ജീവനക്കാർ അവധിയിലായതിനാൽ ഇവർക്ക് പകരം വേറെ നിയമനം നടത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യം പരിഗണിച്ചാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അനധികൃത അവധിക്കാരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയത്.